ശാന്തി 7/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സ്വയം സംഗമയുഗി ബ്രാഹ്മണനായി മനസ്സിലാക്കൂ. അപ്പോൾ സത്യയുഗി വൃക്ഷം കാണപ്പെടും, അപാര സന്തോഷത്തിൽ ഇരിക്കുകയും ചെയ്യും. ചോദ്യം: ആരാണോ ജ്ഞാനത്തോട് അഭിരുചിയുള്ള കുട്ടികൾ, അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർ പരസ്പരം ജ്ഞാനത്തിൻ്റെ മാത്രം കാര്യങ്ങൾ സംസാരിക്കും, ഒരിക്കലും പരചിന്തനം ചെയ്യുകയില്ല, ഏകാന്തതയിൽ പോയി വിചാരസാഗരം മഥനം ചെയ്യും. ചോദ്യം: ഈ സൃഷ്ടി ഡ്രാമയുടെ ഏതൊരു രഹസ്യം കുട്ടികളായ നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്? ഉത്തരം: ഒരു ശിവബാബയല്ലാതെ ഈ സൃഷ്ടിയിൽ യാതൊരു വസ്തുവും സദാ നിലനിൽക്കുന്നില്ല. പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഒരാൾ വേണം. ഡ്രാമയുടെ ഈ രഹസ്യവും കുട്ടികളായ നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്ന ബാബ മനസ്സിലാക്കിച്ചു തരികയാണ്. നമ്മൾ ബ്രാഹ്മണരാണ് എന്നത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വയം ബ്രാഹ്മണനായി മനസ്സിലാക്കുന്നുണ്ടോ, അതോ ഇതും മറന്നു പോകുന്നു? ബ്രാഹ്മണർ സ്വന്തം കുലം മറക്കാറില്ല. നിങ്ങൾക്കും ഇത് തീർച്ചയായും ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ ബ്രാഹ്മണരാണ്. ഒരു കാര്യം ഓർമ്മയുണ്ടായിരുന്നാൽ പോലും തോണി അക്കരെയാകും. സംഗമത്തിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ ചിന്തനം നടക്കേണ്ടതാണ്. അതിനെ വിചാരസാഗര മഥനം എന്ന് പറയുന്നു. നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങളുടെ ആത്മാവിൽ മുഴുവൻ ജ്ഞാനവും നിറയുന്നു. അപ്പോൾ രത്നങ്ങൾ വരേണ്ടതാണ്. സ്വയം തന്നെ മനസ്സിലാക്കിക്കണം, ഞാൻ സംഗമയുഗി ബ്രാഹ്മണനാണ്. ചിലരാണെങ്കിൽ ഇതും മനസ്സിലാക്കുന്നില്ല. അഥവാ സ്വയം സംഗമയുഗിയായി മനസ്സിലാക്കുമെങ്കിൽ സത്യയുഗത്തിലെ വൃക്ഷം കാണപ്പെടും, അളവറ്റ സന്തോഷവും ഉണ്ടായിരിക്കും. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നോ അത് ഉള്ളിൽ റിപ്പീറ്റ് ആകേണ്ടത് ആവശ്യമാണ്. നമ്മൾ സംഗമയുഗത്തിലാണ്. ഇതും നിങ്ങളല്ലാതെ മറ്റാർക്കും അറിയില്ല. സംഗമയുഗത്തിലെ പഠനത്തിന് സമയവും എടുക്കുന്നു. നരനിൽ നിന്നും നാരായണനും നരകവാസിയിൽ നിന്നും സ്വർഗവാസി ആകുന്നതിൻ്റെ ഒരേ ഒരു പഠനമാണ് ഇത്. ഇത് ഓർമ്മയിരിക്കുന്നതിലൂടെയും സന്തോഷം നിലനിൽക്കും. നമ്മൾ തന്നെയാണ് ദേവതയും സ്വർഗവാസിയും ആയിക്കൊണ്ടിരിക്കുന്നത്. സംഗമയുഗവാസി ആകുമ്പോഴാണ് സ്വർഗവാസി ആകുന്നത്. മുൻപ് നരകവാസിയായിരുന്നു. അപ്പോൾ തീർത്തും മലിന അവസ്ഥയായിരുന്നു. മലിനമായ പ്രവൃത്തി ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാതാക്കണം. മനുഷ്യനിൽ നിന്നും ദേവതയും സ്വർഗവാസിയുമാകണം. ആരുടെയെങ്കിലും സ്ത്രീ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ യുഗൾ എവിടെ? അവർ പറയും, സ്വർഗവാസിയായി. സ്വർഗം എന്ത് വസ്തുവാണ് അതറിയുന്നില്ല. അഥവാ സ്വർഗവാസി ആയെങ്കിൽ പിന്നെ സന്തോഷം ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഉള്ളിൽ വിചാരം നടക്കണം. നമ്മളിപ്പോൾ സംഗമത്തിലാണ്, പാവനമായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ സമ്പത്ത് ബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് അടിക്കടി സ്മരിക്കണം, മറന്നു പോകരുത്. പക്ഷേ മായ മറപ്പിച്ച് പൂർണ്ണമായും കലിയുഗിയാക്കി മാറ്റുന്നു. പൂർണ്ണമായും കലിയുഗിയുടേതുപോലെയുള്ള ആക്ടിവിറ്റി നടക്കുന്നു. ആ സന്തോഷത്തിൻ്റെ രസം ഉണ്ടായിരിക്കുന്നില്ല. മുഖം ജഡം പോലെയാണ്. ബാബയും പറയുന്നു, എല്ലാവരും കാമചിതയിലിരുന്ന് എരിഞ്ഞ് ജഡമായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. അപ്പോൾ ആ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. അതിനാൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന് പാടുപെട്ടിട്ടുമുണ്ട്.
നിങ്ങൾ തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ, നമ്മൾ ആ അനുഭവത്തിൽ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈശ്വരീയ മിഷൻ ആണല്ലോ. ഈശ്വരീയ മിഷൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ആദ്യം ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനും ബ്രാഹ്മണനിൽ നിന്നും ദേവതയും ആക്കുന്നു. നമ്മൾ ബ്രാഹ്മണരാണ്, ഇത് മറന്നു പോകരുത്. ആ ബ്രാഹ്മണരാണെങ്കിൽ ഉടൻ പറയുന്നു നമ്മൾ ബ്രാഹ്മണരാണ്. അവരാണെങ്കിൽ ഗർഭത്തിലൂടെ ഉള്ള സന്താനമാണ്. നിങ്ങൾ മുഖവംശാവലിയാണ്. ബ്രാഹ്മണരായ നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ബ്രഹ്മഭോജനം എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങൾ ആരെയെങ്കിലും ബ്രഹ്മഭോജനം കഴിപ്പിക്കുകയാണെങ്കിൽ എത്ര സന്തോഷിക്കുന്നു. നമ്മൾ പവിത്രമായ ബ്രാഹ്മണരുടെ കൈകൊണ്ടുണ്ടാക്കിയതാണ് കഴിക്കുന്നത്. മനസ്സ വാച കർമ്മണ പവിത്രമാകേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും അപവിത്ര കർത്തവ്യം ചെയ്യുവാൻ പാടില്ല. ടൈം എടുക്കുന്നു. ജനിക്കുമ്പോൾ തന്നെ ആരും ആകുന്നില്ല. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന മഹിമയുമുണ്ട്. ബാബയുടെ കുട്ടിയായി സമ്പത്ത് ലഭിച്ചു. ഒരു തവണ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് പ്രജാപിത ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് ശിവന്റെ സന്താനമാണ്. നിശ്ചയം വരുത്തുന്നതിലൂടെ തന്നെയാണ് അവകാശിയായി മാറുന്നത്. പിന്നെ അഥവാ ഏതെങ്കിലും അകർത്തവ്യം ചെയ്യുകയാണെങ്കിൽ ശിക്ഷകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരും. ഏതുപോലെ കാശി കൽബർട്ടിനെ കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ശിക്ഷ അനുഭവിക്കുന്നതിലൂടെ കണക്കുകൾ സമാപ്തമാകുന്നു. മുക്തിക്ക് വേണ്ടി തന്നെയാണ് കിണറിൽ ചാടുമായിരുന്നത്. ഇവിടെയാണെങ്കിൽ ആ കാര്യങ്ങളില്ല. ശിവബാബ കുട്ടികളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്ര സഹജമാണ്. എന്നിട്ടും മായയുടെ ചക്രത്തിൽ വന്നു പോകുന്നു. നിങ്ങളുടെ ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ടൈം നടക്കുന്നു. ബാഹുബലത്തിൻ്റെ യുദ്ധം ഇത്രയും സമയം നടക്കുന്നില്ല. നിങ്ങൾ വന്നപ്പോൾ മുതൽ യുദ്ധം ആരംഭിച്ചു. പഴയവരുമായി എത്ര യുദ്ധം നടക്കുന്നു. പുതിയതായി ആര് വരുമോ അവരോടും യുദ്ധം നടക്കും. ആ യുദ്ധത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയും മരിക്കുന്നു. വർധനവും ഉണ്ടാകുന്നു. വൃക്ഷം വലുതാവുക തന്നെ വേണം. ബാബ മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ഓർമ്മയുണ്ടായിരിക്കണം. ആ ഒന്ന് പിതാവുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ശ്രീകൃഷ്ണനെ സദ്ഗുരു, പിതാവ്, ടീച്ചർ എന്ന് പറയുകയില്ല. നിങ്ങൾക്ക് എല്ലാവരുടെയും മംഗളം ചെയ്യുന്നതിൻ്റെ താല്പര്യമുണ്ടായിരിക്കണം. മഹാരഥികളായ കുട്ടികൾ സർവീസിലിരിക്കുന്നു. അവർക്കാണെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. എവിടെ നിന്നും ക്ഷണം ലഭിക്കുന്നുവോ ഓടിപ്പോകുന്നു. എക്സിബിഷൻ സർവീസ് കമ്മിറ്റിയിലും നല്ല നല്ല കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർക്ക് ഡയറക്ഷൻ ലഭിക്കുന്നു. സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പറയും, ഇവർ ഈശ്വരീയ മിഷനിലെ നല്ല കുട്ടികളാണ്. ബാബയും സന്തുഷ്ടമാകും. ഇവർ വളരെ നല്ല സർവീസ് ചെയ്യുന്നു. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ടോ? ഓൺ ഗോഡ് ഫാദർലി സർവീസ് എന്ന് പറയുന്നു. ഗോഡ് ഫാദറിൻ്റെ സർവീസ് എന്താണ്? എല്ലാവർക്കും മന്മനാഭവ എന്ന സന്ദേശം നൽകണം. ഇത്രമാത്രം. ആദ്യമധ്യ അന്ത്യത്തിൻ്റെ നോളജ് ബുദ്ധിയിലുണ്ട്. നിങ്ങളുടെ നാമം തന്നെ സ്വദർശന ചക്രധാരി എന്നാണ്. അപ്പോൾ അതിൻ്റെ ചിന്തനം നടക്കേണ്ടത് ആവശ്യമാണ്. സ്വദർശന ചക്രം നിൽക്കുന്നില്ല. നിങ്ങൾ ചൈതന്യ ലൈറ്റ് ഹൗസ് ആണ്. നിങ്ങളുടെ മഹിമ വളരെയധികം പാടപ്പെടുന്നു. പരിധിയില്ലാത്ത ബാബയുടെ മഹിമയും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. പതീത പാവനാണ്. ഗീതയുടെ ഭഗവാനാണ്. ആ ഒന്ന് ജ്ഞാനത്തിലൂടെയും യോഗബലത്തിലൂടെയും ഈ കാര്യം ചെയ്യിക്കുന്നു. ഇതിൽ യോഗബലത്തിൻ്റെ വളരെ പ്രഭാവമുണ്ട്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രസിദ്ധമാണ്. അത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നു. സന്യാസിമാരാണെങ്കിൽ ഹഠയോഗിയാണ്. അവർക്ക് പതീതരെ പാവനമാക്കുവാൻ സാധിക്കില്ല. ജ്ഞാനം ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ബാബയുടെ അടുക്കലാണ്. ജ്ഞാനത്തിലൂടെ നിങ്ങൾ ജന്മമെടുക്കുന്നു. ഗീതയെ മാതാവും പിതാവും എന്ന് പറയുന്നു. മാതാപിതാവാണല്ലോ.
നിങ്ങൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. പിന്നെ മാതാവും പിതാവും വേണമല്ലോ. മനുഷ്യർ പാടുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൻ്റെ അർത്ഥം എത്ര ഗുഹ്യമാണ്. ഗോഡ് ഫാദർ എന്ന് പറയുന്നു, പിന്നെ മാതാപിത എന്നെന്തുകൊണ്ട് പറയുന്നു? ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സരസ്വതി ഉണ്ടെങ്കിലും വാസ്തവത്തിൽ സത്യമായ മദർ ബ്രഹ്മപുത്രയാണ്. സാഗരവും ബ്രഹ്മപുത്രയുമുണ്ട്. ആദ്യം സംഗമം ഇവരുടേത് ആണ്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇത് എത്ര മഹീനമായ കാര്യങ്ങളാണ്. വളരെ പേരുടെ ബുദ്ധിയിൽ ചിന്തിക്കാൻ തക്കവണ്ണം ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നില്ല. തീർത്തും ബുദ്ധി കുറഞ്ഞവരാണ്, കുറഞ്ഞ പദവി നേടുന്നവരാണ്. അവരുടെ കാര്യത്തിൽ ബാബ എന്നിരുന്നാലും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് സഹജമാണല്ലോ. നമ്മൾ ആത്മാക്കളുടെ പിതാവാണ് പരമാത്മാവ്. ആ ഒന്ന് ആത്മാക്കളായ നിങ്ങളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകട്ടെ. ഇതാണ് മുഖ്യമായ കാര്യം. ഡൾ ബുദ്ധി ഉള്ളവർക്ക് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാൽ ഗീതയിലും മന്മനാഭവ എന്നുണ്ട്. എല്ലാവരും എഴുതുന്നു, ബാബ ഓർമ്മയുടെ യാത്ര വളരെ ഡിഫിക്കൽട്ടാണ്, അടിക്കടി മറന്നുപോകുന്നു, ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ തോൽക്കുന്നു. ഇത് ബോക്സിംഗ് ആണ്, മായയുടെയും ഈശ്വരൻ്റെ കുട്ടികളുടെയും. ആർക്കും ഇതിൻ്റെ അറിവില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മായയുടെ മേൽ ജയം നേടി കർമാതീത അവസ്ഥയിൽ പോകണം. ആദ്യം നിങ്ങൾ വന്നത് കർമ്മസംബന്ധത്തിലാണ്. അതിൽ വന്ന് പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം നിങ്ങൾ കർമ്മബന്ധനത്തിൽ വന്നു. ആദ്യം നിങ്ങൾ പവിത്ര ആത്മാവായിരുന്നു. സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ കർമ്മബന്ധനം ഉണ്ടായിരുന്നില്ല. പിന്നെ സുഖത്തിൻ്റെ സംബന്ധത്തിൽ വന്നു. ഇതും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ സംബന്ധത്തിലായിരുന്നു, ഇപ്പോൾ ദുഃഖത്തിലാണ്. വീണ്ടും തീർച്ചയായും സുഖത്തിൽ ആയിരിക്കും. പുതിയ ലോകം എപ്പോഴാണോ ഉണ്ടായിരുന്നത് അപ്പോൾ അധികാരിയായിരുന്നു, പവിത്രമായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ പതീതമായിരിക്കുകയാണ്. വീണ്ടും നമ്മൾ തന്നെ ദേവതയാകുന്നു. അപ്പോൾ ഇത് ഓർമ്മിക്കേണ്ടി വരുമല്ലോ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു ചേരും. വയാ ശാന്തിധാം സുഖധാമത്തിലേക്ക് വരും. ആദ്യം പോകേണ്ടത് വീട്ടിലേക്കാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമാകും. പതീത പാവനായ ഞാൻ നിങ്ങളെ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് വരുന്നതിനു വേണ്ടി. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. നമ്മൾ ഇത്രയും ജന്മങ്ങളെടുത്തു. ഇപ്പോൾ ബാബ പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. യോഗബലത്തിലൂടെ തന്നെയാണ് പാവനമാകുന്നത്. ഈ യോഗബലം വളരെ പ്രസിദ്ധമാണ്. അത് ബാബയ്ക്ക് മാത്രമേ പഠിപ്പിക്കുവാൻ സാധിക്കൂ. ഇതിൽ ശരീരം കൊണ്ട് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുഴുവൻ ദിവസവും ഈ കാര്യങ്ങളുടെ മനനം നടക്കേണ്ടത് ആവശ്യമാണ്. ഏകാന്തതയിൽ എവിടെയും ഇരിക്കാം അഥവാ പോകാം. ബുദ്ധിയിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കട്ടെ. ഏകാന്തത വളരെയധികമുണ്ട്. മുകളിൽ ടെറസിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. മുൻപ് നിങ്ങൾ രാവിലെ മുരളി കേട്ടതിനു ശേഷം പർവ്വതങ്ങളിൽ നടക്കുമായിരുന്നു. എന്ത് കേട്ടുവോ അതിൻ്റെ ചിന്തനം ചെയ്യുന്നതിനു വേണ്ടി പർവ്വതങ്ങളിൽ പോയി ഇരിക്കുമായിരുന്നു. ആര് ജ്ഞാനത്തിൻ്റെ താല്പര്യമുള്ളവരാ ആയിരിക്കുമോ അവർ പരസ്പരം ജ്ഞാനത്തിൻ്റെ തന്നെ കാര്യങ്ങൾ സംസാരിക്കും. ജ്ഞാനമില്ലെങ്കിൽ പിന്നെ പരചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. എക്സിബിഷനിലും നിങ്ങൾ എത്ര പേർക്ക് ഈ വഴി പറഞ്ഞു കൊടുക്കുന്നു? നമ്മുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റു ധർമ്മത്തിലുള്ളവർക്ക് കേവലം ഇത്രമാത്രം മനസ്സിലാക്കിച്ചു കൊടുക്കണം, ബാബയെ ഓർമ്മിക്കൂ. ഇയാൾ മുസ്ലിമാണ്, ഞാൻ ഇന്നയാളാണ് എന്ന് കരുതരുത്, പാടില്ല. ആത്മാവിനെ നോക്കണം, ആത്മാവിന് മനസ്സിലാക്കിച്ചു കൊടുക്കണം.
എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ഈ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഞാൻ ആത്മാവ് സഹോദരനെ മനസ്സിലാക്കിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സഹോദരങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് പോകണം. വളരെയധികം സമയം വേർപിരിഞ്ഞു. അത് ശാന്തിധാമമാണ്. ഇവിടെയാണെങ്കിൽ എത്ര അശാന്തിയും ദുഃഖവും മറ്റുമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാക്ടീസ് ഉണ്ടാക്കൂ. അപ്പോൾ നാമം, രൂപം, ദേഹം എല്ലാം മറന്നു പോകട്ടെ. ഇന്നയാൾ മുസ്ലിമാണ്, ഇങ്ങനെ എന്തിനു വിചാരിക്കുന്നു? ആത്മാവാണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഈ ആത്മാവ് നല്ലതാണോ അതോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവിനു വേണ്ടി തന്നെയാണ് പറയുന്നത്. മോശമായവരിൽ നിന്നും ദൂരെ ഓടിപ്പോകേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ഇവിടെ പാട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീണ്ടും തിരികെ പോകേണ്ടതുണ്ട്. പാവനമാകണം. ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടി വരും. പാവനം ആകുമെങ്കിൽ പാവന ലോകത്തിൻ്റെ അധികാരിയാകും. വാക്കാലാണ് പ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ളത്. ബാബയും പറയുന്നു, പ്രതിജ്ഞ ചെയ്യൂ. ബാബ യുക്തിയും പറഞ്ഞു തരുന്നു. നിങ്ങൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. പിന്നെ ശരീരത്തിൽ വരുമ്പോൾ സഹോദരിയും സഹോദരനുമാണ്. സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കലും വികാരത്തിൽ പോകാൻ സാധിക്കില്ല. പവിത്രമാവുകയും ബാബയെ ഓർമ്മിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. മനസ്സിലാക്കിച്ചു തരുന്നു, മായയോട് തോറ്റു, വീണ്ടും എഴുന്നേറ്റ് നിൽക്കൂ. എത്ര എഴുന്നേൽക്കുമോ അത്രയും പ്രാപ്തി ഉണ്ടാകും. നഷ്ടവും ശേഖരണവും ഉണ്ടാകുന്നുവല്ലോ. പകുതി കൽപ്പം ശേഖരണം, പിന്നെ രാവണ രാജ്യത്തിൽ ഇല്ലാതാകുന്നു. കണക്കുണ്ടല്ലോ. ജയം, ശേഖരണം, തോൽവി, ഇല്ലാതാകൽ. അപ്പോൾ തൻ്റെ പൂർണ്ണ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ കുട്ടികളായി നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അവരാണെങ്കിൽ കേവലം മഹിമ പാടുന്നു, അറിവ് യാതൊന്നുമില്ല. അറിവില്ലായ്മയോടെയാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ പൂജയും മറ്റും ചെയ്യുന്നില്ല, പിന്നെ മഹിമ ചെയ്യുമല്ലോ. ആ ഒരു ബാബയുടെ മഹിമയാണ് അവ്യഭിചാരി. ബാബ വന്ന് കുട്ടികളായി നിങ്ങളെ സ്വയമേ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ചക്രം സ്മൃതിയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മൾ മായയുടെ മേൽ ജയം നേടുന്നത്, പിന്നെ തോൽക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തോൽക്കുന്നതിലൂടെ 100 ഇരട്ടി ശിക്ഷയുണ്ടാകും. ബാബ പറയുന്നു, സദ്ഗുരുവിൻ്റെ നിന്ന ചെയ്യിക്കരുത്, ഇല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം നേടുകയില്ല. ഇത് സത്യനാരായണന്റെ കഥയാണ്. ഇതിനെ ആരും അറിയുന്നില്ല. ഗീത വേറെയും സത്യനാരായണന്റെ കഥ വേറെയുമാക്കി. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനുള്ള ഗീത ഇതാണ്. ബാബ പറയുന്നു, ഞാനും നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ കഥ കേൾപ്പിക്കുന്നു. ഇതിനെ ഗീത എന്നും പറയുന്നു, അമരനാഥന്റെ കഥ എന്നും പറയുന്നു. മൂന്നാമത്തെ നേത്രം ബാബ തന്നെയാണ് നൽകുന്നത്. നമ്മൾ ദേവതയാകുന്നു എന്നതും അറിയുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങളും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ സൃഷ്ടിയിൽ ഒരു വസ്തുവും സദാ നിലനിൽക്കുന്നില്ല. സദാ നിലനിൽക്കുന്നത് ഒരു ശിവ് ബാബ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും താഴെ വരിക തന്നെ വേണം. എന്നാൽ ആ ഒന്നും സംഗമത്തിലാണ് വരുന്നത്. സർവരെയും തിരികെ കൊണ്ടുപോകുന്നു. പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരാൾ വേണമല്ലോ. അപ്പോൾ ഡ്രാമയുടെ ഉള്ളിൽ ഈ എല്ലാ രഹസ്യവുമുണ്ട്. ബാബ വന്ന് പവിത്രമാക്കുന്നു. ഏതെങ്കിലും ദേഹധാരിയെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഈ സമയത്ത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവിൻ്റെ ചിറകുകൾ മുറിഞ്ഞുപോയി. അപ്പോൾ പറക്കാൻ സാധിക്കുന്നില്ല. ബാബ വന്ന് ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ചിറകു നൽകുന്നു. യോഗബലത്തിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും.
പുണ്യ ആത്മാവായി മാറും. ആദ്യം പ്രയത്നിക്കേണ്ടതും ആവശ്യമാണ്. അതിനാൽ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ചാർട്ട് വയ്ക്കൂ. ആരുടെ ചാർട്ട് നല്ലതായിരിക്കുമോ അവർ എഴുതും, അവർക്ക് സന്തോഷമുണ്ടാകും. ഇപ്പോൾ എല്ലാവരും പ്രയത്നിക്കുന്നു. ചാർട്ട് എഴുതുന്നില്ലെങ്കിൽ യോഗത്തിൻ്റെ മൂർച്ച നിറയുന്നില്ല. ചാർട്ട് എഴുതുന്നതിൽ വളരെയധികം നേട്ടമുണ്ട്. ചാർട്ടിനോടൊപ്പം പോയിന്റ്സും വേണം. ചാർട്ടിൽ 2 കാര്യങ്ങളും എഴുതും: സർവീസ് എത്ര ചെയ്തോ, എത്ര ഓർമ്മിച്ചു. അവസാനം ഒരു വസ്തുവും ഓർമ്മ വരാത്ത രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പുണ്യ ആത്മാവായി മാറണം. ഈ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏകാന്തതയിൽ ജ്ഞാനത്തിൻ്റെ മനന ചിന്തനം നടത്തണം. ഓർമ്മയുടെ യാത്രയിലിരുന്ന് മായയുടെ മേൽ ജയം നേടി കർമാതീത അവസ്ഥ നേടണം. ആരെയെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുന്ന സമയത്ത് ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം: ഞാൻ സഹോദര ആത്മാവിന് ജ്ഞാനം നൽകുകയാണ്. നാമം, രൂപം, ദേഹം എല്ലാം മറന്നു പോകണം. പാവനമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്ത് പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരി ആകണം. വരദാനം: സ്വയം പ്രതി ഇച്ഛ മാത്രം അവിദ്യയായി ബാബയ്ക്ക് സമാനം അഖണ്ഡദാനിയും പരോപകാരിയുമായി ഭവിക്കട്ടെ. ഏതുപോലെ ബ്രഹ്മബാബ സ്വയം തൻ്റെ സമയവും സേവനത്തിനായി നൽകി. സ്വയം വിനയമുള്ളവനായി കുട്ടികൾക്ക് മാന്യത നൽകി. കാര്യത്തിൻ്റെ പേരിൻ്റെ പ്രാപ്തിയുടെയും ത്യാഗം ചെയ്തു. പേര്, മാന്യത, പ്രൗഢി എല്ലാത്തിലും പരോപകാരിയായി. തൻ്റേതിനെ ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് പേരുണ്ടാക്കി. സ്വയം തന്നെ സദാ സേവാധാരിയായി വച്ചു. കുട്ടികളെ അധികാരിയാക്കി. കുട്ടികളുടെ സുഖത്തിലാണ് സ്വയം തൻ്റെ സുഖം എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ബാബയ്ക്ക് സമാനം ഇച്ഛ മാത്രം അവിദ്യ, അതായത് ലഹരി പിടിച്ച ഭിക്ഷുവായി, മസ്ത് ഫക്കീറായി, അഖണ്ഡ ദാനിയും പരോപകാരിയും ആകൂ. അപ്പോൾ വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിൽ തീവ്രഗതി വരും. കേസും കഥകളും സമാപ്തമാകും. സ്ലോഗൻ: ജ്ഞാനത്തിലും ഗുണത്തിലും ധാരണയിലും സിന്ധുവാകൂ, സ്മൃതിയിൽ ബിന്ദുവാകൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ കുട്ടികളായ താങ്കൾ തൻ്റെ ശ്രേഷ്ഠ ശക്തിശാലി സങ്കല്പത്തിലൂടെ സകാശ് നൽകൂ. ദുർബലർക്ക് ബലം നൽകൂ. തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ സമയത്തെ മറ്റുള്ളവർക്ക് സഹയോഗം നൽകുന്നതിൽ വിനിയോഗിക്കൂ. മറ്റുള്ളവർക്ക് സഹയോഗം നൽകുക എന്നാൽ തൻ്റേത് ശേഖരിക്കുക എന്നാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള അലകൾ വ്യാപിപ്പിക്കൂ. സൗകര്യങ്ങൾ സ്വീകരിക്കരുത്, സൗകര്യങ്ങൾ നൽകണം. നൽകുന്നതിൽ തന്നെയാണ് നേടുന്നത് അടങ്ങിയിട്ടുള്ളത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ മനസ്സിനെ ദേഹത്തിൻ്റെ ലോകം, വ്യക്തി, വസ്തു, വൈഭവങ്ങൾ ഇവയിൽ നിന്നെല്ലാം വിസ്മൃതമാക്കി ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു.
ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകും. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു. बाबा कहते हो यही बच्चे मेरे ताज तुम्ही, नैन के नूर लाडलो मेरी आवाज तुम्ही, मेरी दुनिया में तेरे दम से उजाला है, तुम्हारे साथ का अनुभव बड़ा निराला